രുക്മിണി ഫോണിലൂടെ കരയുകയായിരുന്നു. രുക്കു, എന്താടി, എന്തുപറ്റി? വയ്യ നിനക്ക്? കരയാതെ കാര്യം പറ മോളെ. ഏട്ടാ, മോളിതുവരെ എത്തിയിട്ടില്ല. ട്യൂഷൻ കഴിഞ്ഞപ്പോൾ വിളിച്ചിരുന്നു. വരേണ്ട സമയമായിട്ട് കാണാത്തോണ്ട് അവളുടെ ഫോണിൽ വിളിച്ചു. ആ സ്വിച്ച് ഓഫാ. എനിക്കാകെ പേടിയാവുന്നു. നമ്മുടെ മോള്. കരച്ചിൽ കൊണ്ട് അവളുടെ ശബ്ദം വിറച്ചിരുന്നു. പുറത്ത് മഴയ്ക്ക് ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. മഴയല്ലേ, കുറേ കാത്തിരിക്കാവും. നീ ടെൻഷൻ ആവല്ലേ? ഞാതാ ഇറങ്ങുക. ഉള്ളിലുള്ള ടെൻഷൻ മറച്ചു വെച്ച് അയാൾ ഭാര്യയെ സമാധാനിപ്പിച്ചു. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഓർത്തപ്പോൾ അയാൾക്ക് ദേഹം ചുട്ടുപൊള്ളുന്ന പോലെ തോന്നി. ബാക്കി വർക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് അയാൾ ഓഫീസിൽ നിന്നിറങ്ങി. ഓഡിറ്റ് എടുത്തുകൊണ്ട് ജോലി കൂടുതലായിരുന്നു. 6:30 മണിയായിരിക്കുന്നു. മഴയായതുകൊണ്ട് ഇരുട്ടിയിട്ടുണ്ട്. വഴിയിലധികം ആളുകളില്ല. അയാൾ കാറെടുത്ത് വേഗം തന്നെ ഡ്രൈവ് ചെയ്തു. രുക്മിണിക്ക് രാജീവനും ഒരേ ഒരു മകളാണ് സാൻവിയ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമതൊരു കുഞ്ഞിനെ ആഗ്രഹിച്ചെങ്കിലും ദൈവം അവർക്കത് നൽകിയില്ല. അതുകൊണ്ട് തന്നെ സാൻവിയുടെ കാര്യത്തിൽ അവർക്ക് ശ്രദ്ധ കൂടുതലാണ്. അച്ഛനെയും അമ്മയെ ഒളിപ്പിച്ചൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. ഫോൺ കയ്യിൽ കൊടുക്കുന്ന പോലും ട്യൂഷനൊക്കെ കഴിഞ്ഞ് വൈകി വരുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാലോ എന്ന് കരുതിയാണ്. ആൻഡ്രോയിഡ് ഫോൺ വേണ്ടാന്ന് അവൾ തന്നെയാണ് പറഞ്ഞ്. അതുകൊണ്ട് നോക്കിയുടെ സാധാരണ ഫോണാണ് കയ്യിലുള്ളത്. കൂട്ടുകാർ ചിലരൊക്കെ അവൾ അതും പറഞ്ഞ് കളിയാക്കുമെങ്കിലും എനിക്ക് ഈ ഫോണിൻ്റെ ആവശ്യമേ ഇപ്പോഴുള്ളൂ എന്ന മറുപടി അവൾ കൊടുത്തു. പിന്നീട് ആരും ഒന്നും പറയാറില്ല. രാജീവ് ട്യൂഷൻ സെൻ്ററിലെത്തിയപ്പോൾ അത് അടച്ചിരുന്നു. അവളുടെ കൂട്ടുകാരുടെ പേരൻസിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ചു. അവളുടെ കൂടെ ട്യൂഷന് വരുന്ന ദീപിക പറഞ്ഞു വീട്ടിലേക്കുള്ള വഴിയിൽ വെച്ചാണ് അവർ പിരിഞ്ഞതെന്ന്. ആ വഴി കഴിഞ്ഞാൽ 10 മിനിറ്റ് ദൂരമേ വീട്ടിലേക്കുള്ളൂ. അയാൾ വണ്ടിയെടുത്ത് നേരെ ചെന്നപ്പോഴേക്ക് രുക്കു പുറത്ത് നിൽപ്പുണ്ട്. ആ നിൽപ്പ് കണ്ടപ്പോൾ മനസ്സിലായി മോൾ എത്തിയില്ലെന്ന്. അവളുടെ നോട്ടം നേരിടാനാവാതെ അയാൾ കാറിൽ തന്നെ ഇരുന്നു. രുക്കു വന്ന് വണ്ടിയിൽ കയറി. പരസ്പരം അവരൊന്നും സംസാരിച്ചില്ല. വണ്ടി വീണ്ടും തിരിച്ചു വന്ന വഴിയിൽ കൂടെ പറന്നു. ഏട്ടാ. അവൾ പുറത്തേക്ക് അയച്ചുകൊണ്ടി. വണ്ടി റിവേഴ്സ് എടുത്ത് നിർത്തിയപ്പോഴേക്കും മഴയിലേക്ക് അവൾ ഇറങ്ങി ഓടി. റോഡിന്റെ ഒരു വശത്ത് വീണ് കിടക്കുന്ന ബാഗ് എടുത്തവൾ മാറോട് ചേർത്ത് കരഞ്ഞു. സാൻവിയുടെ ബാഗാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാളുടെ കണ്ണുകൾ ചുറ്റിലും പരതി. ബാഗ് കിടന്നെടുത്ത് നിന്ന് ചെറിയൊരു നടപ്പാത കണ്ടു. പുല്ലുകൊണ്ട് മൂടിയിരുന്ന വഴിയായിരുന്നത്. രാജീവ് ആ വഴിയിലൂടെ നടന്നു. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ സാൻവിയുടെ മഴക്കോട്ട് കിടക്കുന്ന അയാൾ കണ്ടു. അതിനപ്പുറം പുൽപ്പടർപ്പുകൾ ചാഞ്ഞു നിൽക്കുന്ന കണ്ടപ്പോൾ അയാൾ അങ്ങോട്ട് നോക്കി. മഴയിൽ പൂർണ്ണ നഗ്നയായി കിടക്കുന്ന സാൻവി അയാൾ കണ്ടു. ആർത്തലച്ചു വന്ന നിലവിളി തടുക്കാൻ അയാൾക്കായില്ല. അത് കേട്ട് രുക്കു ഓടിയെത്തി. മകളെ കാണാനുള്ള ശക്തി അവർക്കിരുവർക്കും ഉണ്ടായില്ല. പെട്ടെന്നൊരു ഉൾവിളിയെന്നോണം രുക്കു മകൾക്കടുത്തേക്ക് ചെന്നു. അവൾ പാതി ബോധത്തിൽ ഞരങ്ങുന്നുണ്ടായിരുന്നു. മോളെ, മോളെ. രണ്ടുപേരും മാറി മാറി വിളിച്ചിട്ടും അവൾ കണ്ണു തുറന്നില്ല. അയാൾ മകളെ വാരിയെടുത്ത് വണ്ടിയിലേക്ക് കിടത്തി. പുറകെ വന്ന രുക്കു അവളുടെ മഴക്കോട്ടും ബാഗും എടുത്തു. പിൻസീറ്റിൽ കിടത്തി കാറിലുണ്ടായിരുന്ന ടവലെടുത്ത് അവളെ തുടച്ചു. അപ്പോഴാണ് രക്തപ്പാടുകൾ അവൾ കണ്ടത്. എവിടുന്നൊക്കെയാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അപ്പോഴേക്ക് രാജീവ് തൻ്റെ പ്രിയ സുഹൃത്തും ഡോക്ടറുമായ ജെയിംസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. വേഗം വരാൻ അയാൾ നിർദ്ദേശിച്ചു. രുക്കുവിൻ്റെ കരച്ചിലിന് ആക്കം കൂടി. അയാൾ വണ്ടിയിൽ കയറി. ഏട്ടാ, ചോര, എൻ്റെ മോള്. അവൾ വിങ്ങി വിങ്ങി കരഞ്ഞു. അയാൾ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെ എത്തുമ്പോഴേക്കും ജെയിംസ് അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വേഗം സാൻവിയെ കൊണ്ട് അവർ ICUവിനകത്തേക്ക് കയറി. രാജീവിൻ്റെയും രുക്കുവിൻ്റെയും മുന്നിലായി വാതിലുകൾ അടഞ്ഞു. അവിടുന്ന് സീറ്റിലേക്ക് രണ്ടുപേരും ഇരുന്നു. 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ജെയിംസ് പുറത്തിറങ്ങി. രാജീവ്, എമർജൻസി ആയിട്ട് മോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അയറ്റുകയാണ്. ബാക്കി ഡീറ്റെയിൽസ് സർജറി കഴിഞ്ഞതിന് ശേഷം പറയാം. സംസാരിക്കാൻ സമയമില്ല. പിന്നെ നഴ്സ് വരും. അവിടെ തരുന്ന പേപ്പേഴ്സ് ഒന്ന് ഒപ്പിട്ട് കൊടുക്കണം. രാജീവിൻ്റെ മറുപടി കാത്തിരിക്കാതെ അയാൾ വീണ്ടും അകത്തേക്ക് കയറി. നഴ്സ് വന്ന് അവരുടെ ചോദ്യങ്ങൾക്ക് യാന്ത്രികമായിട്ടാണ് ഉത്തരം നൽകിയത്. അവർ പറഞ്ഞെടുത്തൊക്കെ ഒപ്പുവെച്ചു. എന്നിട്ട് പ്രാർത്ഥനയോടെ സീറ്റിൽ വന്നിരുന്നു. രുക്കു രാജീവന്റെ തോളിലേക്ക് മുഖം ചേർത്തിരുന്നു. സമയം ഒച്ചിഴയുന്ന പോലെ അവർക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ജെയിംസിന്റെ ഭാര്യ ജെന്നിഫർ അങ്ങോട്ട് വന്നു. വിവരങ്ങൾ അറിഞ്ഞുള്ള വരവാണെന്ന് മനസ്സിലായി. ജെന്നിഫറിനെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയാത്തതുകൊണ്ട് രുക്കുവിന്റെ കൈ പിടിച്ച് അരികിലിരുന്നു. മണിക്കൂർ 3 കഴിഞ്ഞപ്പോൾ ICUവിന്റെ അപ്പുറത്തുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡോർ തുറന്ന് ജെയിംസ് ഇറങ്ങി വന്നു. അയാളുടെ ക്യാബിലേക്ക് രണ്ടാളെയും വിളിപ്പിച്ചു. അവർക്ക് പിന്നാലെ ജെന്നിയും ചെന്നു. രാജീവ്, ഞാൻ പറയുന്ന ക്ഷമയോടെ രണ്ടാളും കേൾക്കണം. പറയാതിരുന്നാൽ ശരിയാവില്ല. എന്തു നേരിടാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവണം. ജെയിംസിന്റെ വാക്കുകൾ കേട്ടപ്പോഴേ പേടിച്ചെന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് അവർക്ക് തോന്നി. രുക്മിണി ടേബിൾ മുറുകെ പിടിച്ചു. ജെയിംസിന്റെ വാക്കുകൾ കാതോർത്തിരുന്നു. അടുത്ത് തന്നെ ജെന്നി അവളുടെ തോളിൽ പിടിച്ചു നിന്നു. സാൻവി, അവൾ എനിക്കും മകളാണ്. അവൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും 1-ലധികം പേര്. രുക്മിണി അലറിക്കരച്ചിലോടെ ജെന്നിയുടെ വയറിൽ മുഖമമർത്തി. രുക്കു, കരയരുത്.
ഈ സമയം നിങ്ങൾ രണ്ടാളും ധൈര്യത്തിൽ നിൽക്കണം. എന്നാലേ സാൻവി മോളെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അവൾക്ക് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്, യൂട്രസ് റപ്ചറായിട്ടുണ്ട്, എന്തോ കമ്പി പോലത്തെ സാധനം കൊണ്ട് കുത്തിയിറക്കിയതാ, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്, അത് കിഡ്നിയെ ബാധിക്കാൻ നോക്കണം. പിന്നെ ചെറിയ ചെറിയ ഇഞ്ചുറികൾ വേറെയുണ്ട്. ഞങ്ങളുടെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അവൾ തിരിച്ചു വരുന്നാ എൻ്റെ വിശ്വാസം. ഇപ്പോൾ മയക്കത്തില്ല. ഉണർന്നു കഴിഞ്ഞാൽ അവൾ സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് നാളെ ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റാം. അതാകുമ്പോൾ വേറെ ആരും കാണില്ല, നിങ്ങൾക്കൊരാൾക്ക് കൂട്ടിരിക്കാം. പിന്നെ ഇത് പോലീസിൽ അറിയിക്കണം, അല്ലാതെ പറ്റില്ല. ജെന്നിയുടെ കസിൻ ബ്രദർ ഇവിടുത്തെ SP ആണെന്ന് അറിയില്ലേ? സാമുൽ അവന് വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവർ വരുമ്പോൾ നിങ്ങൾ നടന്ന് പറയണം. നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ ആക്കിയവരാരായാലും അവരെ വെറുതെ വിടാൻ പാടില്ല. അയാൾ പല്ലി ഞെരിച്ചു. ജെയിംസിന്റെ വാക്കുകൾ അനുസരിക്കാൻ മാത്രമേ രാജീവിന് രുക്കുനും കഴിയുമായിരുന്നുള്ളൂ. അവർക്കുള്ള മുറി റെഡിയായിരുന്നു. പുറത്തിരിക്കേണ്ടെന്ന് പറഞ്ഞ് ജെയിംസ് അവരെ മുറിയിൽ അയച്ചു. അവൾ കൊണ്ടുവന്ന ഭക്ഷണം രണ്ടുപേരും തൊട്ടു നോക്കിയില്ല. അവരുടെ മാനസികാവസ്ഥ അറിയുന്നുകൊണ്ട് അവൾ നിർബന്ധിച്ചില്ല. പകരം ആ രാത്രി അവർക്ക് കൂട്ടിയിരുന്നു. തൻ്റെ കൊന്തയിൽ തെരുപ്പിടിച്ച് അവൾ പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും പോലീസ് എത്തിയിരുന്നു. അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ തങ്ങൾക്കറിയാവുന്ന പോലെ അവർ പറഞ്ഞു. അവളെ കിട്ടിയ സ്ഥലം കാണണമെന്ന് പറഞ്ഞപ്പോൾ രാജീവ് അവരുടെ കൂടെ ഇറങ്ങി. മഴ തോർന്നു തുടങ്ങിയിരുന്നു. ബാഗ് കണ്ട സ്ഥലവും അവൾ കിടന്നിരുന്ന സ്ഥലവും കാണിച്ചു. അവിടുന്ന് ആരോ വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റി മാത്രമാണ് അവർക്ക് ലഭിച്ചത്. മാത്രമല്ല അവിടെ മുഴുവൻ മഴയിൽ നനഞ്ഞതിനാൽ മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാലത്ത് ഒന്നുകൂടെ വരാമെന്ന് അവർ തീരുമാനിച്ചു. അപ്പോഴാണ് രാജീവ് മകളുടെ സൈക്കിൾ കാണാനില്ലെന്ന് പറഞ്ഞത്. അവൾ സൈക്കിളിലാണ് എന്നും പോയി വരാറുള്ളത്. പക്ഷേ രാത്രി ബാഗ് മാത്രമേ കണ്ടിട്ടുള്ളൂ, സൈക്കിൾ കണ്ടില്ല. മാത്രമല്ല ആ നേരത്തെ അതിനെക്കുറിച്ച് ഓർക്കാനുള്ള മാനസികാവസ്ഥയായിരുന്നില്ല. അത് കേട്ടതും പോലീസുകാർ ആ ഭാഗം മുഴുവൻ തിരഞ്ഞു. റോഡിന്റെ മറ്റേ ഭാഗത്ത് കാലി പറമ്പായിരുന്നു. കശുമാവും മാവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു തോട്ടം. അതിനകത്ത് അവിടെ സൈക്കിൾ കിടക്കുന്ന കണ്ടു. അവിടെ മുഴുവൻ തിരഞ്ഞു, പക്ഷേ ഒന്നും കിട്ടിയില്ല. അവിടുന്ന് രാജീവിന്റെ വീട്ടിലേക്ക് ചെന്ന് ആവശ്യത്തിനുള്ള സാധനങ്ങൾ അയാൾ പെറുക്കിയെടുത്തു. അവർ തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് നാളെ വരാമെന്ന് പറഞ്ഞ് പോലീസുകാർ തിരിച്ചുപോയി. റൂമിലെത്തിയപ്പോൾ രുക്ക് തളർന്നുറങ്ങുന്നത് അവൻ കണ്ടു. വീട്ടുകാരെ പോലും വിവരമറിയിക്കാൻ രാജീവ് ഭയന്നു. തൻ്റെ മകൾ ഈ ലോകം മുഴുവൻ പരിഹസിക്കുമെന്നോർത്ത് ആ പിതാവിൻ്റെ നെഞ്ച് കലങ്ങി. പിറ്റേന്ന് രാവിലെ കാര്യങ്ങൾ പല വഴിക്കറിഞ്ഞ് മീഡിയ എത്തി. ജെയിംസിന്റെ കഴിവുകൊണ്ട് ഹോസ്പിറ്റലിനകത്തേക്ക് കടക്കാൻ ആരെയും അനുവദിച്ചില്ല. സാൻവി ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റിയെങ്കിലും അവൾ സെഡേഷനിൽ മയങ്ങിക്കിടപ്പായിരുന്നു. ഉണരുമ്പോൾ അസഹ്യമായ വേദനയായിരുന്നു. അത് കാണുന്നവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. പിറ്റേന്ന് പോലീസ് വീണ്ടും അവിടെ ചെന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. സാൻവിയെ കണ്ട സ്ഥലവും സൈക്കിൾ കിടന്ന സ്ഥലവും ആരോ മണ്ണൊക്കെ മാന്തി വെച്ചിട്ടുണ്ട്. മാത്രമല്ല മനുഷ്യവിസർജനം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുമാണ്. രാത്രി രാജീവും പോലീസും വന്നുപോയ ശേഷം ആരോ ചെയ്ത പ്രവൃത്തിയാണിത്. അങ്ങനെ നോക്കിയാൽ ഈ പരിസരത്തുള്ള ആരോ ഇതിലുണ്ടെന്ന് സാമുവലിന് മനസ്സിലായി. പക്ഷേ പ്രതികൾക്കെതിരെ തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല. രാജീവിനെ പോലീസ് രാവിലെ വിളിച്ചില്ല. തലേന്ന് തന്നെ അയാളാകെ തളർന്നിരുന്നു. രാജീവിന്റെ അനുജൻ രാജേഷും കൂട്ടുകാരൻ പ്രതീഷും എല്ലാത്തിനും പോലീസിന്റെ കൂടെ നിന്നിരുന്നു. നാട്ടിലുള്ള കഞ്ചാവ് കേസിനെ കുറിച്ചൊക്കെ സാമുവൽ അന്വേഷിച്ചു. 2 മാസം മുമ്പ് സൈക്കിൾ കിട്ടിയ ആ തോട്ടത്തിൽ വെച്ച് കുറച്ച് ചെറുപ്പക്കാരെ കഞ്ചാവ് കേസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിറ്റേന്നായപ്പോഴേക്ക് ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയതായി അറിഞ്ഞു. SIയോട് സാമുവൽ അതിനെപ്പറ്റി ചോദിച്ചെങ്കിലും അയാൾ ആ സ്റ്റേഷനിൽ വന്നിട്ട് 10 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ എന്നാണ് മറുപടി. എങ്കിലും അയാൾ സ്റ്റേഷനിലുള്ള രജിസ്റ്ററും ഫയലും തപ്പി നോക്കി. അങ്ങനെ ഒരു കേസ് കഴിഞ്ഞ 1 വർഷമായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അതറിഞ്ഞപ്പോൾ സാമുവലിന് ദേഷ്യം ഇരട്ടിച്ചു. ഈ കേസിലേതോ പുളിങ്കൊമ്പുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. സാൻവി തിരികെ ബോധത്തിലേക്ക് വരാൻ അയാൾ കാത്തിരുന്നു. അവിടെ വായിൽ നിന്ന് എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നെങ്കിൽ. 2 ദിവസം കഴിഞ്ഞപ്പോൾ രുക്കും മകളെ നോക്കി ഇരിക്കുകയായിരുന്നു. അവളെ തൊടാനോ പിടിക്കാനോ പാടില്ല, ഇൻഫെക്ഷന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. എങ്കിലും കുറച്ചേരം മാതാപിതാക്കൾക്ക് അവിടെ ഇരിക്കാം. ഗൗണൊക്കെ ഇട്ടിട്ട് മാസ്കും ക്യാപ്പും വെച്ചിട്ടാണ് അകത്ത് കയറാവൂ. നോക്കിയിരിക്കെ രുക്കുവിന്റെ കണ്ണുകൾക്ക് കനം വെച്ചു. ഉറങ്ങാതെ 2-3 ദിവസമായി. പെട്ടെന്നാണ് അമ്മയെന്നൊരു വിളി കേട്ടത്. രുക്കു ചാടി എഴുന്നേറ്റു. തന്നെ നോക്കിയെടുക്കുന്ന മകളെ കണ്ടപ്പോൾ അവൾക്ക് വീണ്ടും കരച്ചിൽ വന്നു. അമ്മയുടെ പൊന്നു വിളിച്ചോ? അമ്മേ, എൻ്റെ അടുത്തിരിക്കോ? രുക്കു സാൻവിയുടെ ബെഡിലിരുന്നു. അമ്മ, എനിക്ക് വേദനിക്കുന്നു, ശരീരം മൊത്തം വേദനിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് തരാമോ? സഹിക്കാൻ പറ്റുന്നില്ല അമ്മ. രുക്കുവിന്റെ മിഴികൾ സജലങ്ങളായി. അമ്മ, എനിക്ക് പായസം കുടിക്കാൻ തോന്നുന്നു, ഉണ്ടാക്കി തരൂ. വീട്ടിലെത്തിയ ഉടനെ എൻ്റെ മോൾക്ക് വേണ്ടല്ല, അമ്മ ഉണ്ടാക്കി തരാം. അത്രയും ദിവസം ഞാൻ ഉണ്ടാവും അമ്മേ. ഞാനെക്കാരും മരിച്ചു പോയാലോ? മോളെ, അങ്ങനെ പറയില്ലേ പോന്നെ. അമ്മയുടെ മോൾക്ക് ഒന്നും വരില്ല. അമ്മ അച്ഛനില്ലേ മോളുടെ കൂടെ? ഒന്നുമില്ല കേട്ടോ.
അവരവരുടെ മുടിയിൽ തലോടി. അതുവരെ പുറത്തെ ബെഞ്ചിലിരിക്കുകയായിരുന്നു രാജീവ്. രുക്കു അയാളുടെ അരികിലേക്ക് വന്നു. അവളുടെ മുഖമാകെ ചുവന്നിരുന്നു. വിഷാദത്തോടെ അവൾ രാജീവിനെ നോക്കി. എന്തേ? ഞാൻ വീട് വരെ പോവാ. അവൾക്ക് പായസം വേണം. കൊടുത്തില്ലെങ്കിൽ എൻ്റെ മകളെ എനിക്ക് നഷ്ടമായ ഈ ഒരു കടം ബാക്കിയാവില്ലേ? രുക്കു, എന്താണ് ഇങ്ങനെയൊന്നും പറയാതെ? അവളെ നമുക്കൊരിക്കലും നഷ്ടപ്പെടില്ല. ദൈവങ്ങളെ നമ്മളെ കൈവിടില്ല, ഉറപ്പാ. അപ്പോഴേക്കും ജെയിംസ് അങ്ങോട്ട് വന്നു. എന്താ രണ്ടാളും പറയുന്നേ? മോൾക്ക് പായസം വേണമെന്ന് ഇവളിപ്പോൾ വീട്ടിൽ പോയി ഉണ്ടാക്കണമെന്നാ പറയുന്നേ. അതിനെന്താ, രുക്കു പോയി ഉണ്ടായിക്കൊണ്ടുവാ, ഒരു തുള്ളി രുചിക്കാൻ കൊടുക്കാം. അവിടെ ആഗ്രഹമല്ലേ? ശരി, ഞാൻ റൗണ്ട്സ് കഴിഞ്ഞിട്ട് വരാം. രാജീവിടെ കാണുമല്ലോ? ആ, കാണും. ജെയിംസ് അവരെ കടന്ന് നടന്നകന്നു. അയാളുടെ വാക്കുകൾ മനസ്സിലെ കാടൻ ചിന്തകളായി വീണ്ടും വന്നു. പുറത്തുനിന്നൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞയാൾ പായസം കൊടുക്കാൻ സമ്മതിച്ച അയാളെ ഭയപ്പെടുത്തി. പക്ഷേ മനസ്സിലുള്ള കാണിക്കാതെ രുക്കുവിനെ അയാൾ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചു. പായസത്തിനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള പണവും വാങ്ങി രുക്മിണി വെപ്രാളപ്പെട്ട് ആശുപത്രിയിൽ നിന്നിറങ്ങി. രാജീവ് മകൾക്കരികിൽ വന്നു. ഉറങ്ങാനുള്ള മരുന്ന് സിസ്റ്റർ കൊടുത്തിരുന്നു. അതിൻ്റെ മയക്കത്തിലായിരുന്നു അവൾ. അവളെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വീട്ടിലെത്തിയപ്പോൾ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്ന പരിഭ്രമത്തിൽ രുക്കു 1-2 നിമിഷം നിന്നു. മകളെ ഓർത്തപ്പോൾ കൈകൾ വേഗത്തിൽ ചലിച്ചു തുടങ്ങി. കഴിയും വേഗത്തിൽ അവൾ ആശുപത്രിയിൽ തിരിച്ചെത്തി. മകളുടെ മുറിക്ക് പുറത്തെല്ലാം തകർന്നവനെ പോലെ രാജീവ് നിൽക്കുന്ന കണ്ടപ്പോൾ രുക്കുവിൻ്റെ മനസ്സിൽ പേടി തോന്നി. കാലുകൾക്ക് വേഗത കുറയുന്ന പോലെ തോന്നി അവൾക്ക്. രാജീവിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും അയാൾ അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവള് പോയടി, നമ്മുടെ പൂറ്റും വേദനയില്ലാത്ത ലോകത്തേക്ക് പോയി. ആരും ഇനി അവള് ഒന്നും ചെയ്യൂല. അയാൾ അലറി കരഞ്ഞു. രുക്കു സ്തബ്ധയായി നിന്നു. കയ്യിലിരുന്ന പായസപാത്രം നിലത്ത് വീണ് ചിന്നിച്ചിതറി. പെട്ടെന്ന് എന്തോർത്ത പോലെ സാൻവി കിടന്ന മുറിയിലേക്ക് ഓടി. വെള്ളത്തുണി കൊണ്ട് സാൻവിയുടെ ശരീരം മൂടിയിരുന്നു. അത് കണ്ടപ്പോഴേക്കും അവൾ കുഴഞ്ഞു വീണു. ജെയിംസ് അവളെ താങ്ങിപ്പിടിച്ചു. അപ്പോഴേക്കും രാജീവ് അങ്ങോട്ടെത്തി. പിന്നീടെല്ലാം വേഗത്തിൽ നടന്നു. വീട്ടിലേക്ക് സാൻവിയെ കൊണ്ടുവന്നപ്പോൾ ശില പോലെ നിൽക്കുകയായിരുന്നു രാജീവ് രുക്കു. ആരൊക്കെ അവരെ താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. സാൻവിയെ കാണാൻ ആയിരങ്ങളുണ്ടായിരുന്നു. അതിലൊരാളുടെ കണ്ണിലേക്ക് രുക്കുവിൻ്റെ കണ്ണുകൾ ഉടക്കി. പെട്ടെന്ന് പേടിച്ചെന്ന പോലെ ആ കണ്ണിൻ്റെ ഉടമ അവിടുന്ന് അപ്രത്യക്ഷനായി. ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടുകാർ മാത്രം അവശേഷിച്ചു. ബെഡിൽ അലസമായി കിടക്കുകയായിരുന്ന രുക്മിണി. മാറോട് ചേർത്ത് സാൻവിയുടെ ചിലങ്കയുമുണ്ട്. കണ്ണുകളിൽ പെയ്തു തോർന്ന മിഴിനീരിൻ്റെ ബാക്കിയെന്നോണം നിറഞ്ഞിരിക്കുന്നു. സാൻവി പോയ പിന്നെ അവൾ മൂകയാണ്. ഭക്ഷണം പോലും കഴിക്കാതെ ഒന്നുകിൽ എന്തെങ്കിലും ചിന്തിച്ചിരിക്കും, ഇല്ലെങ്കിൽ അവളുടെ അസ്ഥിത്തറയുടെ മുന്നിൽ പോയിരിക്കും. രാജീവിനോട് പോലും സംസാരിക്കാൻ അവൾക്ക് താല്പര്യമില്ലാതായി. അതവനെ കൂടുതൽ സങ്കടപ്പെടുത്തിയിരുന്നു. രുക്കുവിൻ്റെ അമ്മ അവരുടെ കൂടെ തന്നെ താമസം തുടങ്ങി. രാജീവിൻ്റെ അനിയ രാജേഷും കുടുംബവും എന്നും വന്നും പോയുമിരുന്നു. രാജീവിൻ്റെ പേരൻസ് മരിച്ചുപോയിരുന്നു. അതുകൊണ്ട് തന്നെ ചേട്ടൻ അനുജന് അടുത്തടുത്ത് തന്നെയാണ് താമസിച്ചത്. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. അവരൊക്കെയുള്ള രാജീവിന് ആശ്വാസമായിരുന്നു. രുക്കു, മോളെ എഴുന്നേൽക്ക്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എൻ്റെ കുട്ടി. 2 ദിവസം അതിൽ എന്തെങ്കിലും കഴിച്ചിട്ട്. അവൾ കണ്ണു തുറന്ന് നോക്കി. അമ്മയായിരുന്നു. ഒന്നും മിണ്ടാതെ അവൾ എഴുന്നേറ്റ് സാൻവിയുടെ കുഴിമാടത്തിനരികിൽ ചെന്നു. നിശബ്ദമായി കുറേ നേരം അവിടെ ഇരുന്നു. ചുണ്ടുകൾ അസ്പഷ്ടമായി എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. സാൻവിക്കരികിലായി രുക്കു കിടന്നു. അത് കണ്ടപ്പോൾ രാജീവ് ഓടി വന്നു. രുക്കു, എണീക്ക്, അകത്തേക്ക് പോവാം. വേണ്ട ഏട്ടാ, മോളിയുടെ ഒറ്റയ്ക്ക്. അവൾക്ക് പേടിയാവും. ഞാനിവിടെ കൂട്ടിയിരുന്നോളാം. ഏട്ടനകത്തേക്ക് പോയിക്കോ. അവളുടെ കണ്ണുകളിലെ ഭാവം മനസ്സിലാവാതെ രാജീവ് അവളെ തന്നെ നോക്കിയിരുന്നു. അടുത്ത ആളുണ്ടെന്ന് പോലും മറന്ന് അവൾ എന്തൊക്കെയോ പുലമ്പാൻ തുടങ്ങി. കൊല്ലും ഞാൻ എല്ലാത്തിനെയും, ആരെയും ഞാൻ വെറുതെ വിടൂല. രുക്കുവിൻ്റെ കണ്ണുകളിൽ അഗ്നിയിരിഞ്ഞു. രാജീവ് അത് കണ്ട് ഭയന്നു. രുക്കുവിൻ്റെ മനസ്സിൻ്റെ താളം തെറ്റുകയാണെന്ന് വേദനയോടെ അയാൾ മനസ്സിലാക്കി. രാജീവ് ജെയിംസിനെ വിളിച്ചു. എടാ, എൻ്റെ രുക്കു, അവളെ എനിക്ക് നഷ്ടാവും. എനിക്കത് പേടിയാവുന്നടാ. അവളെ കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യടാ. അയാൾ കരച്ചിലോടെ പറഞ്ഞു. രാജീവ്, വിഷമിക്കലടാ. അവൾക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നടന്നത്. ഞാൻ ഇവിടുത്തെ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് സംസാരിക്കാം, എന്നിട്ട് പറയാം. നീ അവളെയും കൊണ്ട് വന്നാൽ മതി. ആ, ശരിയെന്നാ. അടുത്ത ദിവസം തന്നെ ജെയിംസിന്റെ നിർദ്ദേശപ്രകാരം സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. അയാൾ പറയുന്ന മൂളി കേൾക്കുന്നല്ലാതെ അവളൊന്നിനും പ്രതികരിച്ചില്ല. മാത്രമല്ല, അവളുടെ ആരോഗ്യവും തീരെ വഷളായിരുന്നു. വിളർച്ചയും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അയാൾ 1-2 ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കി. റിസൾട്ട് വന്നപ്പോൾ അറിഞ്ഞു രുക്മിണി ഗർഭിണിയാണെന്ന്. ഡോക്ടർ അത് അവരെ അറിയിച്ചു. രുക്ക് നിർവികാരതയോടെയാണ് ആ വാർത്ത കേട്ടത്. സന്തോഷിക്കേണ്ട കാര്യമായിട്ട് കൂടി ആ സാഹചര്യത്തിൽ അവർക്കതിന് കഴിഞ്ഞില്ല.
എങ്കിലും രാജീവ് അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു. നമ്മുടെ പൊന്നെ എങ്ങും പോയിട്ടില്ല. അവൾ വീണ്ടും വരും, പഴയ പോലെ നമ്മളെ സ്നേഹിക്കാൻ. അയാൾ രുക്കുവിൻ്റെ വയറിൽ കൈ ചേർത്ത് പിടിച്ചു. അവളിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. അയാൾ ഗൈനക്കോളജിസ്റ്റ് സുധാരാജിനെ കാണാൻ പറഞ്ഞു. അവിടെ പോയി അവരെ കണ്ടു. കുറച്ച് മരുന്നുകളും സിറപ്പും എഴുതി കൊടുത്തു. കുറച്ച് നാൾ ദേഹം അധികം അനക്കരുതെന്ന് നിർദ്ദേശിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് വരാൻ ഡോക്ടർ പറഞ്ഞു. അവരവിടുന്ന് ഇറങ്ങി. വിവരമറിഞ്ഞപ്പോൾ ആ വീട്ടിലെ എല്ലാവർക്കും കുറച്ച് ആശ്വാസം ലഭിച്ച പോലെ തോന്നി. കേസ് അന്വേഷണം എവിടെ എത്താതിരുന്നു. അന്വേഷണത്തിൽ നിന്ന് സാമൂലിനെ മാറ്റി മറ്റൊരാളെ ആക്കി. പുതിയ SP അരവിന്ദ് അവരുടെ അതേ നാട്ടുകാരനായിരുന്നു. അയാൾ രാജീവിൻ്റെ വീട്ടിലേക്ക് വന്നു. സാൻവിയുടെ മരണത്തെക്കുറിച്ച് ഓരോന്നും ചോദിച്ചു. രാജീവിനോടും രുക്കുവിനോടും പ്രതിയോട് സംസാരിക്കുന്ന പോലെയാണ് അയാൾ പെരുമാറിയത്. മകളെക്കുറിച്ച് മാതാപിതാക്കൾ കേൾക്കാൻ പറ്റാത്ത തരത്തിലുള്ള വാക്കുകളായിരുന്നു അയാൾ പറഞ്ഞത്. അത് കേൾക്കാൻ കേൾപ്പില്ലാതെ രാജീവ് കണ്ണുകൾ ഇറുകിയടച്ച് വാതിൽ പിടിച്ചു നിന്നു. രുക്കുവിൻ്റെ മിഴികളും സജലങ്ങളായി. ഇനിയും വരുമെന്ന് ഭീഷണിപ്പെടുത്തി അയാൾ അവിടുന്ന് ഇറങ്ങി. ആരൊക്കെയോ ഇതിന് പിന്നിൽ കളിക്കുന്നുണ്ടെന്ന് രാജീവിന് മനസ്സിലായി. അയാൾ പിന്നീട് ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ മകൾക്ക് വേണ്ടി ചെന്നില്ല. മാസം 2 കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. മകളെപ്പറ്റി ചിലർ കുത്തി ചോദിച്ചുകൊണ്ടിരുന്നു. ഓഫീസിലെ അടുത്ത സുഹൃത്തായ തൻവീർ എല്ലാത്തിൽ നിന്നും രാജീവിനെ രക്ഷിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു കേസിന് തുമ്പൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കുകയാണെന്നും ഒപ്പിടാൻ വരണമെന്നും. ജെയിംസിനോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അത് വേണ്ട, CBI അന്വേഷണത്തിന് അപേക്ഷിക്കാമെന്ന് പറഞ്ഞു. തൻവീർ അത് സമ്മതിച്ചു. വീട്ടിലെത്തി അനിയനോട് മറ്റുള്ളവരോട് സംസാരിച്ചപ്പോൾ അത് തന്നെയാണ് നല്ലതെന്ന് നിർദ്ദേശിച്ചു. 2 ദിവസം ലീവ് എടുത്തിട്ട് രാജീവ്, രാജേഷും പ്രതീഷും കൂടി പോകാൻ തീരുമാനമായി. തൻവീറിന്റെ പരിചയത്തുള്ള മന്ത്രിയെ കാണാൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. രുക്കുവിനെ ശ്രദ്ധിക്കാൻ അമ്മയോടും രാജേഷിന്റെ ഭാര്യ സീതയോടും പറഞ്ഞേൽപ്പിച്ച് അവരിറങ്ങി. 2 ദിവസത്തിനുള്ളിൽ എല്ലാം ശരിയാക്കി അവർ തിരിച്ചെത്തി. പ്രതീക്ഷ സ്വന്തം വീട്ടിലേക്ക് പോയി. രാജേഷും രാജീവും വീടിനകത്തേക്ക് കയറി. രുക്കുവിന്റെ അമ്മയും രാജേഷിന്റെ ഭാര്യയും ഉമ്മറത്ത് താടിക്ക് കൈയും കൊടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. എന്തായാലും ഇങ്ങനെ ഇരിക്കുന്നേ? അപ്പൊ നിങ്ങൾ വിവരം അറിഞ്ഞില്ലേ? ഇല്ല, എന്താമ്മ ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും അവർക്കരികിലിരുന്നു. രാജിയുടെ ചെക്കനും ഇവിടുത്തെ ക്ലീറ്റസ് മുതലാളിയുടെ മോൻ അബ്രഹാമും പിന്നെ ഒരു ചെക്കനും രാജലക്ഷ്മിയുടെ വീട്ടിൽ മരിച്ചു കിടക്കുന്നു. ഉടുതുണി ദേഹത്തില്ല, മാത്രമല്ല അവരുടെ ജനേന്ദ്രിയം മുറിച്ചു മാറ്റപ്പെട്ട രീതിയിലാണ് കിടക്കുന്നത്. അതുമല്ല, അവർ കിടന്ന മുറിയിൽ കള്ളും കഞ്ചാവൊക്കെ ഉണ്ടായിരുന്നത്രേ. അങ്ങേതിലെ രാവുണ്ണിയേട്ടൻ ഇപ്പോൾ വന്ന് പറഞ്ഞിട്ട് പോയതാ. നിങ്ങളിപ്പോൾ വരുന്നോണ്ടാ ഞങ്ങൾ പോകാഞ്ഞ്. ഇനി ഒരുമിച്ച് പോവാം. ഇന്നലെ ഇവിടുന്ന് ആ ഭക്ഷണം കൊടുത്ത്. ഇനി പോലീസ് ഇങ്ങോട്ട് വന്ന് ചോദ്യം ചെയ്യുമെന്നാ എൻ്റെ പേടി. രാജലക്ഷ്മി വിവരം അറിഞ്ഞിട്ട് എത്തിയതേ ഉള്ളൂ. രുക്കുവിൻ്റെ അമ്മ സങ്കടപ്പെട്ടു. എന്തിനാ നിങ്ങൾ ഭക്ഷണം കൊടുത്തേ? ചേച്ചി എങ്ങോട്ടാ പോയേ? അവളൊരു ബന്ധുവിൻ്റെ ചോറ് കൊണ്ട് പോയതാ. രാത്രി ഭക്ഷണം കൊടുക്കാൻ നമ്മളോട് പറഞ്ഞതാ. അവർ നെടുവീർപ്പെട്ടു. രാജി രുക്കുവിൻ്റെ അച്ഛൻ്റെ അകന്ന ബന്ധുവാണ്. എങ്കിലും രാജി രുക്കുവും നല്ല കൂട്ടുകാരായിരുന്നു. പക്ഷേ രാജിയുടെ ഭർത്താവ് ഭാസ്കരൻ ഗൾഫിൽ വലിയ നിലയിലായപ്പോഴേക്കും അവൾ അഹങ്കാരിയായി മാറി. അതിനുശേഷം എല്ലാവരോടും അവൾ കുറച്ച് അകന്നാണ് ജീവിക്കുന്നത്. മിനിഞ്ഞാന്ന് അമ്മയും മോനും കൂടി ഇങ്ങോട്ട് വന്നിരുന്നു. രാജിക്ക് എവിടെയോ കല്യാണത്തിന് പോകാനുണ്ടെന്നും പറഞ്ഞു. ശ്രാവൺ എന്തോ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ആകെയുള്ള മകനല്ലേ, പാവ രാജി. എന്നാലും ആരാണാവോ ഈ പാതകം ചെയ്ത്? ഒരു ദുശീലവും ഇല്ലാത്ത കുട്ടിയാ ശ്രാവൺ. പിന്നെ എങ്ങനെയാ? അവർ പകുതിയിൽ നിർത്തി. ശരിയമ്മേ, ഞങ്ങൾ ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ട് പോവാം. രുക്കുവിടെ? അയാളുടെ കണ്ണുകൾ മുറിയിലേക്ക് നീണ്ടു. അവൾ അടുക്കളപ്പുറത്ത് ഇരിപ്പുണ്ട്. എത്ര വിളിച്ചു എന്നറിയോ? ഈ സമയത്ത് ഇങ്ങനെ ആലോചിച്ചു കൂട്ടിയ വയറ്റുള്ള കുഞ്ഞിനാ മോശം. നീ ഒന്ന് പറ മോനെ. രാജീവ് അങ്ങോട്ടേക്ക് ചെന്നു. അയാൾ അടുത്തു വന്നു രുക്കു അവൻ്റെ കയ്യിൽ പിടിച്ചു. മകളുടെ അസ്ഥിത്തറയെ ലക്ഷ്യമാക്കി നടന്നു. മകളുടെ മുമ്പിലെത്തിയപ്പോൾ അവൾ അയാളെ നോക്കി. നമ്മുടെ മോളെ നമുക്ക് നഷ്ടപ്പെടുത്തിയവരെ ഞാൻ പറഞ്ഞയച്ചേട്ടാ. ഇനി അവർ ഈ ഭൂമിയിൽ വേണ്ട. അമ്മ പറഞ്ഞില്ലേ വിവരങ്ങളൊക്കെ? ആ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി ഈ രുക്മിണിയാ. നമ്മുടെ പൊന്നു മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ആരാ അവളെ ആ നിലയിലാക്കിയെന്ന്. പിന്നീടുള്ള ഓരോ ദിവസവും അവരെങ്ങനെ കൊല്ലാമെന്ന് ചിന്തിക്കായിരുന്നു ഞാൻ. എന്നിട്ട് നീ എന്തെന്നോട് പറയാണ്ടിരുന്ന്? ഏട്ടൻ പെട്ടെന്ന് പ്രതികരിക്കും. അത് ഏട്ടൻ്റെ ജീവന് പോലും ഭീഷണിയാണ്. ഏട്ടനെ കൂടെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. അതാ. മാത്രമല്ല, അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത മറ്റൊരു ഗോവിന്ദസ്വാമി ഉണ്ടാവും. തിന്ന് തടിച്ച് കൊഴുക്കും. അത് വേണ്ട. ഇപ്പം ഞാനൊരു മാനസിക രോഗിയല്ലേ? അതിനുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റും മരുന്നുകളൊക്കെ ഇല്ലേ? ഞാനാണ് കുറ്റവാളിയും തെളിഞ്ഞാൽ പോലും കൂടുതൽ കാലം ജയിലിൽ കിടക്കേണ്ടി വരില്ല. അവൾ പൊട്ടിച്ചിരിച്ചു. രുക്കു, പക്ഷെ എങ്ങനെ? അതും 3 പേരും ഈ അവസ്ഥയിൽ? രാജി ചേച്ചി മകനോട് വന്നിരുന്നു. അവൾ 2 ദിവസം മുമ്പ് നടന്ന കാര്യങ്ങൾ ഓർത്തു. അല്ല, ഇതാര് രാജിയോ? മോനുണ്ടോ? വാ, കയറിയിരിക്കേ. പുറത്ത് അമ്മയുടെ സ്വരം കേട്ടപ്പോൾ രുക്കു പുറത്തേക്ക് നടന്നു. അതിഥികളെ കണ്ടപ്പോൾ ഒരു നിമിഷം അവൾ തറഞ്ഞു നിന്നു.
രാജിയും ശ്രാവണും. രാജി അരികിൽ വന്ന് രുക്കുവിൻ്റെ കവിളിലും മുടിയിലും തലോടി. ഓളെ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും, മറ്റാരെക്കാളും. പക്ഷേ നിന്റെ ഉള്ളിലൊരു ജീവനുണ്ട്, അതിനെ നീ സ്നേഹിക്കാതിരിക്കരുത്. മറുപടി മൗനമായിരുന്നു. അവൾ അങ്ങനെയാ രാജി. ഇപ്പം അധികാരോടും മിണ്ടാറില്ല. എന്തെങ്കിലും ചോദിച്ചാൽ 1 or 2 വാക്ക്. സാരല്ല ചെറിയമ്മ, അവൾ നേരെയാവും. കുഞ്ഞുവാ വന്ന അവൾക്ക് മാറ്റം വരും. ആ, ഞാൻ വന്നതേ ചേട്ടൻ്റെ അമ്മാവിൻ്റെ മകനില്ലേ ശ്രീകുമാർ, അവൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ. നാളെ വെളുപ്പിനേക്ക് പോകണം. ഇവനെന്തോ പരീക്ഷയുണ്ട്, വരുന്നില്ലെന്നാ പറയുന്നത്. അവൻ്റെ കൂട്ടുകാരും കൂടി കമ്പൈൻ സ്റ്റഡിയാണത്രേ. എനിക്ക് പോവാതിരിക്കാനാവില്ല. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കാം. രാത്രിയിലേക്കുള്ളത് ഇവിടുന്ന് കൊടുക്കുമോ? അതെന്ത് ചോദ്യ രാജി, അവൻ ഞങ്ങളുടെ കുഞ്ഞല്ലേ, ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളാം. പിന്നെ മോള് പോയ പിന്നെ നോളൊന്നും വാങ്ങാറില്ല. അത് സാരല്ല ചെറിയമ്മേ. അമ്മേ, അവനെന്താ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുത്തോളൂ. നോണ് വാങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. എനിക്കിപ്പോൾ കുഞ്ഞായിട്ട് അവനല്ലേ ഉള്ളൂ. രുക്കുവിൻ്റെ വാക്ക് കേട്ട് എല്ലാവരും അവളെ തന്നെ നോക്കി. അവൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. അല്ല, രാജീവ് എന്തേ? മോളുടെ കേസ് CBIക്ക് കൈമാറാൻ മന്ത്രിയെ കാണാൻ പോയതാ. പോലീസിന് തെളിവൊന്നും കിട്ടിയില്ലെന്നാ പറഞ്ഞേ. എന്നാലും നമുക്കറിയണ്ടേ ചേച്ചി അതാരാണെന്ന്. അവളൊന്നും പറയാതെയല്ലേ പോയത്. ശ്രാവണിന് ചെറിയൊരു പേടി തോന്നി തുടങ്ങി. അത് ശരിയാ, അവർക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണം, രാജീവ് പറഞ്ഞു. സ്വന്തം മകനെയാണ് പറയുന്നതെന്ന് അവരറിയുന്നില്ലല്ലോ. പിന്നെ കുറച്ചു നേരം സംസാരിച്ച്. ശ്രാവൺ അവളുടെ മുഖത്ത് നോക്കാൻ മടിയായിരുന്നു. അപ്പോഴേക്ക് അവന് ഫോൺ വന്നു. അവൻ അതുമായി പുറത്തിറങ്ങി. അവൾ മരുന്ന് കഴിക്കാനുണ്ടെന്ന് പറഞ്ഞ് മുറിയിലേക്കെന്ന വ്യാജേന ശ്രാവൺ സംസാരിക്കുന്ന ഒളിച്ചെന്ന് കേട്ടു. എടാ, നാളത്തെ കാര്യം ഫിക്സ് ആയിട്ടാ. അമ്മ രാവിലെ സ്ഥലം വിടും, നിങ്ങൾ ഉച്ചശേഷം വന്നാൽ മതി. പിന്നെ അവർ കേസ് CBI കൊടുക്കാൻ പോകണമെന്നാണ് പറയുന്നത്. എനിക്കെന്തോ പേടിയോണെന്ന് സന്തോഷ്. നിന്റെ ആളി ആരെ വിന്ദേരനോട് പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും തീരുമാനാക്കണം, ഇല്ലെങ്കിൽ നമ്മളെല്ലാം കുടുങ്ങും. ആ, ഞാനിപ്പോൾ അവരുടെ വീട്ടിലാ. എത്ര നാൾ കൊതിപ്പിച്ചാടുന്ന പെണ്ണ. ആ, പറഞ്ഞിട്ട് കാര്യമില്ല, അവള് നിനക്കും മതിയായില്ലായിരുന്നു അല്ലേടാ. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. അവരാരും കേട്ട പ്രശ്നമാവും. ആ ചിരികൾ കുപ്പിച്ചില് പോലെയാ എന്നെ കാതിലേക്ക് തുളച്ച് കയറിയത്. അത് കഴിഞ്ഞ് അവർ തിരിച്ചുപോയി. ജെനിയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവൾ എന്തിനും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അവൾ വീട്ടിൽ വന്നു. അമ്മേ, എനിക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്, ഞാനിവളെ കൂട്ടിക്കോട്ടെ? ഏത് നേരം ഇവിടെ ഇങ്ങനെ ഇരിപ്പല്ലേ, ഒരു ചേഞ്ച് ആവട്ടെ. അതിനെന്താ മോളെ, നിന്റെ കൂടെ വന്നാലെങ്കിൽ എൻ്റെ മോൾക്ക് ആശ്വാസം കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത്. അമ്മ സമ്മതിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. നല്ല മൂർച്ചയുള്ളൊരു കത്തി വാങ്ങി, പിന്നെ കുറച്ച് വിഷവും. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഉത്സാഹത്തോടെ അമ്മയെ സഹായിച്ചു. സീത പിള്ളേരെയും കൊണ്ട് വീട്ടിൽ വിളക്ക് വെക്കാൻ പോയി. അമ്മ കുളിക്കാനും. ആ തക്കത്തിന് ഞാൻ അവർക്കുള്ള ഭക്ഷണത്തിൽ വിഷം ചേർത്തു. ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ തീരുമാനിച്ചു. എനിക്ക് വന്ന മാറ്റം കണ്ട് അമ്മയ്ക്കും സന്തോഷമായി. അവിടെ എത്തിയപ്പോൾ കഥകൾ അടച്ചു വെച്ചിരുന്നു. കോളിംഗ് ബെൽ അടിച്ചിട്ട് ആരും തുറന്നില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവരകത്തുണ്ടെന്ന്. ഞാൻ അവൻ്റെ ഫോണിലേക്ക് വിളിച്ച് പുറത്താവുള്ളതെന്ന് അവൻ പറഞ്ഞു. പക്ഷേ നാവൊക്കെ കുഴഞ്ഞായിരുന്നു അവൻ്റെ സംസാരം. അവരെല്ലാം നല്ല ഫോമിലാണെന്ന് മനസ്സിലായി. ഫുഡ് അടുക്കളപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്നും എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ച്. രാത്രി 11 ഞാൻ വീണ്ടും അവിടെ ചെന്നു. ചേച്ചി എൻ്റെ കയ്യിൽ മറ്റൊരു താക്കോല് വന്നിരുന്നു. അവൻ പഠിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ അവിടെ പോയി നോക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ താക്കോലെടുത്ത് ഞാൻ വാതിൽ തുറന്നു. മുകളിലെ മുറിയിൽ കഴിച്ചു തീർത്ത ഭക്ഷണത്തിൻ്റെ എച്ചിലുകൾക്കിടയിൽ മൂന്ന് പേരും കിടപ്പുണ്ടായിരുന്നു. അവരുടെ കൈകളെല്ലാം തണുത്തു മരവിച്ചിരുന്നു. എല്ലാവരും മരിച്ചെന്ന് ഉറപ്പായി. ഞാൻ എൻ്റെ കയ്യിലുള്ള കത്തിയെടുത്ത് അവരോടുള്ള അരിശം മുഴുവൻ തീർത്ത് തിരിച്ചു വന്നു. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ അവിശ്വസനീയമായി രാജീവ് രുക്കുവിനെ നോക്കി. അപ്പോഴേക്കും പോലീസ് അവരെ തേടിയെത്തിയിരുന്നു. വിജയശ്ശേരിയോടെ രുക്കു അവർക്കൊപ്പം പോയി. എൻ്റെ മകൾക്ക് വേണ്ടി ഞാനത് ചെയ്തു, അവൾ ചിരിച്ചുകൊണ്ട് പുലമ്പി. അവളെ രക്ഷിക്കാനുള്ള വഴി തേടി രാജീവിൻ്റെ ഫോണിൽ നിന്നും കോളുകൾ പോയി. ഭ്രാന്തി എന്ന ലേബലുള്ളതുകൊണ്ട് ഒരുപാട് നാൾ അവൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നില്ല. ഇന്ന് അവൾക്ക് മറ്റൊരു സാൻവി ജനിച്ചു. ഇനിയുള്ള ജീവിതം അവൾക്ക് മേലെ പരുന്തുകളുടെയും കഴുകന്മാരുടെയും നിഴൽ വീഴാതെ അവളെ വളർത്തി വലുതാക്കാനാണ്.